ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് നാളെ ട്രേഡ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്റ്റോക്സിനെ പറ്റിയാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ തന്നിരുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് അദാനി പവർ ആയിരുന്നു. നമുക്ക് അദാനി പവറിൻ്റെ പെർഫോമൻസ് നമുക്ക് നോക്കാം. അപ്പോൾ അദാനി പവർ കഴിഞ്ഞ ദിവസം 2 ട്രെൻഡ് ലൈനാണ് തന്നിരുന്നത്. അപ്പോൾ ഇന്ന് മാർക്കറ്റ് ആ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടാണ് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം മാർക്കറ്റ് താഴേക്ക് വരികയും എക്സാക്ട് നമ്മുടെ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്തിട്ട് തിരിച്ചു കയറി പോവുകയും ചെയ്തിരുന്നു. അതിനുശേഷം ഒരു 11:10 ആയപ്പോൾ നമ്മുടെ ആ ട്രെൻഡ് ലൈൻ വീണ്ടും ഇവിടെ ബ്രേക്ക് ഔട്ട് നടന്നിരുന്നു. അപ്പോൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ട്രെൻഡ് ലൈന് താഴെ 5 മിനിറ്റ് റെഡ് ക്യാൻഡിൽ ക്ലോസ് ചെയ്യുകയാണെങ്കിൽ സെല്ലാണെന്ന് കണ്ടു. അവിടെ നിന്ന് നല്ല രീതിയിൽ മാർക്കറ്റ് താഴേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു സ്ട്രാറ്റജി അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഈ ഒരു സ്ട്രാറ്റജി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി എന്ന് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ ക്ലോസിംഗ് ടൈമിൽ ഏറ്റവും കൂടുതൽ വോളിയം കയറി വരുന്ന സ്റ്റോക്സ് നമ്മൾ സെലക്ട് ചെയ്യും. എന്നിട്ട് ആ സ്റ്റോക്സിന് 5 മിനിറ്റ് ചാർട്ടിൽ നമ്മൾ ഇതുപോലെ സപ്പോർട്ടും അതുപോലെ ട്രെൻഡ് ലൈനും മാർക്ക് ചെയ്യും. അതിനുശേഷം ലൈവ് മാർക്കറ്റിൽ ഈ ഒരു സപ്പോർട്ട് അല്ലെങ്കിൽ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ട്രേഡ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതനുസരിച്ച് ഇന്ന് കിട്ടിയിരിക്കുന്ന സ്റ്റോക്സ് എന്ന് പറയുന്നത് ടാറ്റ പവർ ആണ്. അപ്പോൾ ടാറ്റ പവർ ആണ് നമ്മൾ നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്ന സ്റ്റോക്സ്. അപ്പോൾ ടാറ്റ പവർ സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ലോസിംഗ് ടൈമിൽ നല്ല രീതിയിൽ വോളിയം കയറി വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ ടാറ്റ പവർ സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ 5 മിനിറ്റ് ടൈം ഫ്രെയിം ആക്കി മാറ്റാം. അതിനുശേഷം നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യണം. അതായത് 4-ാം തീയതിയിലത്തെ ഓപ്പണിംഗ് ക്യാൻഡലിൻ്റെ ഹൈയും അതുപോലെ ഇന്നത്തെ 1:50 ഹൈയും ക്യാൻഡലിൻ്റെ ഹൈയും തമ്മിൽ കണക്ട് ചെയ്ത് നല്ലൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതിനുശേഷം നമ്മൾ വരയ്ക്കേണ്ടത് സപ്പോർട്ടാണ്. 285.80 284.20 സപ്പോർട്ടായിട്ട് വരുന്നത്. ഇനി നമുക്ക് ഈ ഒരു ടാറ്റ പവറിൽ നാളെ വരാൻ ചാൻസസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈനും സപ്പോർട്ടിൻ്റെ ഉള്ളിലാണ് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഈ ട്രെൻഡ് ലൈനെ ടച്ച് ചെയ്തിട്ട് ഒരു റെഡ് ക്യാൻഡിലാണ് താഴേക്ക് കാണിക്കണമെങ്കിൽ നമുക്കൊന്ന് സെല്ല് ചെയ്യാം. മാർക്കറ്റ് താഴേക്ക് വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇത് ഒന്നാമത്തെ കേസാണ്. ഇനിയിപ്പോൾ മാർക്കറ്റ് നല്ല സ്ട്രോങ് ആണ്, നല്ല ബുള്ളിഷ് ആണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ഔട്ട് ചെയ്യുകയും വീണ്ടും ഈ ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറി പോകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഇനി മൂന്നാമത്തെ കേസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ഒരു സ്റ്റോക്സ് നാളെ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് താഴേക്ക് വരാണെങ്കിൽ നമ്മൾ ഈ സപ്പോർട്ട് ലെവൽ ടച്ച് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടെങ്കിൽ നമുക്ക് ബൈ എടുക്കാവുന്നതാണ്. ഈ ഒരു സപ്പോർട്ട് ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ പോകാൻ ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ആണെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സെല് ചെയ്യാം. കാരണം വീണ്ടും ഈ ഒരു റീടെസ്റ്റ് ചെയ്തിട്ട് താഴേക്ക് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ 4 ചാൻസസ് ആണ് നാളെ ഈ ടാറ്റ പവറിൽ കാണുന്നത്. അപ്പോൾ നമ്മൾ എപ്പോഴാണ് എൻട്രി എടുക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴാണ് മാർക്കറ്റ് നമ്മുടെ ട്രെൻഡ് ലൈനിലോ അല്ലെങ്കിൽ സപ്പോർട്ടിലോ വരുന്നത് അപ്പോൾ ഉള്ള ക്യാൻഡലിൻ്റെ ക്ലോസ് ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എൻട്രി എടുക്കാനായിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഇടയിലൊന്നും നമുക്ക് എൻട്രി ഇല്ല. നമുക്ക് എപ്പോഴൊക്കെയാണോ ട്രെൻഡ് ലൈൻ ടച്ച് ചെയ്യുക അല്ലെങ്കിൽ സപ്പോർട്ട് ടച്ച് ചെയ്യുക, അപ്പോൾ ഈ ഒരു പാറ്റേണൊക്കെ മാച്ച് ചെയ്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ നല്ല രീതിയിൽ വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ഈ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്ട്രാറ്റജീസ് വീഡിയോസ് ഞാൻ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.